എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ഒരു കവർ കേർഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള തൈരാണ്. ആദ്യം മിക്സിയുടെ സെക്കൻഡ് ജാറിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക്, ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ഇത്രയും കൂടി ഇടണം. ഈ റെസിപ്പിയിൽ പച്ചമുളക് നല്ലതുപോലെ അരയ്ക്കണം. ഇനി 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം. സ്പൂണിൽ തന്നെ അളന്നെടുക്കുന്നതാണ് നല്ലത്. അടുത്തതായി ചേർക്കുന്നത് നല്ല ജീരകം, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഉലുവാപ്പൊടിയും കായപ്പൊടിയും 1/4 ടീസ്പൂണിലും കുറച്ച് ചേർത്താൽ മതി. നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം നല്ല മഷി പോലെ അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് തൈരൊഴിക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. അല്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ കഴിയും. ഇതേമാതിരി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തൈര് കൂടി ഒഴിക്കാം. പാത്രത്തിൽ ബാക്കിയുള്ള തൈര് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. ഇവിടെ 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അധികം ഒഴിക്കരുത്. ഒരുപാട് നീട്ടിയെടുക്കുന്ന കറിയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ജാറിലേക്ക് തന്നെ ഒഴിക്കാം. ഇനി ഒരു 3 പ്രാവശ്യം പൾസ് ചെയ്താണ് എടുക്കേണ്ടത്. അരയ്ക്കരുത്, പൾസ് ചെയ്തെടുക്കണം. തൈര് ഉടഞ്ഞു ചേരാനേ പാടുള്ളൂ. ആവശ്യത്തിന് ലൂസും എന്നാൽ കുറച്ച് കൊഴുപ്പോടും കൂടിയാണ് ഈ കറി ഇരിക്കേണ്ടത്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ഇടാം. ഉലുവ നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി തൈരൊഴിക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്.